ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. മുൻകൂർ ജാമ്യത്തെ അതിശക്തമായ രീതിയിൽ തന്നെ എതിർക്കുകയാണ് അന്വേഷണ സംഘം. യുവതി ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടതിന് കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് തെളിവുകളുണ്ട് എന്ന വിവരവും പങ്കുവയ്ക്കുകയാണ് അന്വേഷണ സംഘം. അടച്ചിട്ട മുറിയിൽ ആണ് ഇപ്പോൾ വാദം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ആ വാദമുഖങ്ങളെ ഏത് നിലയിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഖണ്ഡിക്കുക? അത് ഖണ്ഡിക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിച്ചാൽ അത് ഇരയെ സ്വാധീനിക്കാൻ, തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇത്തരം കാര്യങ്ങളാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, നിർണായകമായ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നു. ഒരു പക്ഷേ ഇന്ന് വാദം പൂർത്തിയാകുമോ എന്നതിൽ പോലും നമുക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും സ്ഥലം, അതായത് പാലക്കാട്ടെ MLA ആണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഒരു ജനപ്രതിനിധിയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. മാത്രവുമല്ല, പ്രതിസ്ഥാനത്തേക്ക് എത്തിയ ഘട്ടത്തിൽ പോലും ഒളിവിലിരുന്നു കൊണ്ട് പോലും ചില ഡേറ്റകൾ നശിപ്പിച്ച, പ്രത്യേകിച്ച് പാലക്കാട്ട് ഫ്ളാറ്റിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങളടക്കം നശിപ്പിച്ച സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് അന്വേഷണ സംഘം എത്തിക്കില്ലേ? അത് എത്രത്തോളം ഗൗരവമായി മാറും അരുൺ? വളരെ പ്രധാനപ്പെട്ട വാദമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ മഞ്ചൂരിലെ അടച്ചിട്ട കോടതി മുറിയിൽ നടക്കുന്നത്. കോടതി മുറിയിൽ അടച്ചിട്ട് ട്രയൽ നടത്താൻ തീരുമാനിച്ച, വാദം നടത്താൻ തീരുമാനിച്ചത് തന്നെ അത്രയധികം തെളിവുകൾ, ഡിജിറ്റലായ തെളിവുകൾ, അത് വീഡിയോ ദൃശ്യങ്ങളുണ്ടെന്ന് പറയുന്നു. അതുപോലെ ശബ്ദരേഖകളും പ്രദർശിപ്പിക്കാനുണ്ട്. സ്വാഭാവികമായും ഇരയുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലും അവിടെയുണ്ട്. നിർണായകമായ ചില തെളിവുകൾ കൈമാറിയിട്ടുണ്ട് എന്ന് രാഹുലിന്റെ അഭിഭാഷകനും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പെൺകുട്ടിക്ക് BJP നേതൃത്വവുമായി ബന്ധമുണ്ട് എന്ന ആരോപണം, BJPയുമായുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ കേസിൽ രാഹുലിനെ കൊടുക്കുന്നതെന്ന ആരോപണമാണ് ജാമ്യാപേക്ഷയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നോട്ട് വച്ചത്. അതുകൊണ്ട് തന്നെ അതിനുള്ള തെളിവുകൾ ഒരു മുൻ മാധ്യമപ്രവർത്തക കൂടിയായ BJP സഹയാത്രികയ്ക്കൊപ്പം ഈ പെൺകുട്ടിയും ഒക്കെ നിൽക്കുന്ന ചിത്രങ്ങൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കൈമാറിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. അത്തരം കാര്യങ്ങളൊക്കെ തെളിവുകളായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു കാര്യം കൂടി കോടതിയിൽ വന്നിട്ടുള്ളത്, രാഹുലിനെതിരെ കൂടുതൽ പരാതിക്കാർ, ഇന്നലെ KPC അധ്യക്ഷനെ സംസ്ഥാനത്ത് പുറത്ത് താമസിക്കുന്ന ഒരു യുവതി നൽകിയ പരാതി, അതുകൂടി ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രാഹുലിനെതിരായ പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്ന് പ്രതിഭാഗം പറയുമ്പോൾ ഇത് ഒരു പരാതിയല്ല, രാഹുലിനെതിരെ വേറെയും പരാതിയുണ്ട്, കൂടുതൽ പരാതികളുണ്ട്, പലതും ഇനിയും വരാനിരിക്കുന്ന സൂചന കൂടി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയാണ്. തനിക്കെതിരായ ആരോപണങ്ങളും കേസുമൊക്കെ രാഷ്ട്രീയ പ്രേരിതമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത്ത് കോടതിയിൽ വാദിക്കുന്നു, സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. ഗർഭഛിദ്രത്തിനും ബലാത്സംഗത്തിനും തെളിവുകളുണ്ട് എന്ന് പ്രോസിക്യൂഷൻ അവിടെ കോടതിയിൽ വാദിക്കുന്നുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ പറയുന്നു. പോലീസ് റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങളാണ്, FIR ഉൾപ്പെടുത്തി അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റായി പെൺകുട്ടി നൽകിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി കോടതി പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. നിർബന്ധിത ഗർഭഛിദ്രം നടത്തിയതിനും ബലാത്സംഗത്തിനുമൊക്കെ തെളിവുകളുണ്ട്. ജാമ്യം അനുവദിക്കാൻ പാടില്ല, ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാൻ പാടില്ല. അത്രയധികം സ്വാധീനമുള്ള ആളാണ് പ്രതി. ഒളിവിരിക്കുമ്പോൾ പോലും, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ, ഒളിവിരിക്കുമ്പോൾ പോലും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച ആളാണ്. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളടക്കം കെയർടേക്കറെ സ്വാധീനിച്ച് നശിപ്പിച്ചുവെന്ന് പോലീസ് അന്വേഷണ സംഘം കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷയെ പൂർണ്ണമായും എതിർക്കുകയാണ് പ്രോസിക്യൂഷൻ. എന്നാൽ MLA എന്ന നിലയിൽ അന്വേഷണവുമായി സഹകരിക്കുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എല്ലാ തരത്തിലും അന്വേഷണവുമായി സഹകരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉറപ്പ് നൽകുകയാണ്. ഇപ്പോഴും വാദം തുടരുകയാണ്. ഡിജിറ്റൽ തെളിവുകൾ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് രണ്ടു ഭാഗവും, വാദിഭാഗവും പ്രതിഭാഗവും, പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഈ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. അതൊരുപക്ഷെ കോടതി പ്രദർശിപ്പിക്കും. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും അതുപോലെ തന്നെ പ്രതിഭാഗ അഭിഭാഷകന്റെ ഓരോ ജൂനിയർ അഭിഭാഷകർ മാത്രമാണ് കോടതിയിൽ അനുവദിച്ചിട്ടുള്ളത്. മറ്റെല്ലാവരെയും പുറത്താക്കിക്കൊണ്ട് തീർത്തും രഹസ്യ സ്വഭാവത്തിൽ ഇരയുടെ സ്വകാര്യത നഷ്ടപ്പെടാത്ത തരത്തിൽ, സ്വാഭാവികമായും ഇരയുടെ പേരടക്കം വെളിപ്പെടുത്തിക്കൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ സംഘങ്ങൾ ആ രീതിയിൽ ഇരയുടെ പേര്, ഇരയുടെ ചിത്രമൊക്കെ വെളിപ്പെടുത്തി വലിയ പ്രചരണം നടത്തിയിരുന്നു. ആ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ എന്ന
രാഹുൽ ഈശ്വറിനെ അല്പസമയത്തിനകം ഇവിടെ ജില്ലാ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന കൊണ്ടുവരും. അത്തരത്തിൽ വളരെ സംഘടിതമായി ഈ ഇരയുടെ പേര്, ഇരയെ അപകീർത്തിപ്പെടുത്താൻ, അവരെ ഭീഷണിപ്പെടുത്താൻ, ചില പോസ്റ്റുകളിലൂടെ ഇരയെ ഭീഷണിപ്പെടുത്തുക തന്നെയാണ് ലക്ഷ്യം. ഇനിയും രാഹുലിനെതിരെ പരാതിയുമായി പോയാൽ കടുത്ത നടപടി ഉണ്ടാകേണ്ടി വരും, കടുത്ത സൈബർ അറ്റാക്ക് ഉണ്ടാകേണ്ടി വരുമെന്ന മുന്നറിയിപ്പൊക്കെ നൽകി ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇരയ്ക്കെതിരെ നിലപാടുകൾ രംഗത്ത് വന്നിരുന്നു. അത്തരം കാര്യങ്ങൾ കൂടി പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ്. സംഘടിതമായ ആക്രമണം ഇരയ്ക്കെതിരെ നടക്കുന്നു. രാഹുലിനെതിരെ ഇനിയും പരാതി പറയാൻ നിരവധി യുവതികൾ രംഗത്തുണ്ട്. പക്ഷേ അവരൊന്നും പുറത്തു വരാതിരിക്കാൻ ഇന്നലത്തെ KPCC അധ്യക്ഷ പരാതിയിൽ പോലും ഈ രാഹുലിന്റെ എതിരെ പരാതി പറയാൻ എന്തുകൊണ്ട് തയ്യാറായില്ല എന്ന് ഈ പെൺകുട്ടി വ്യക്തമാക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പ്രോസിക്യൂഷൻ കാണിക്കുന്നുണ്ട്. ഈ രാഹുലിനെതിരെ പരാതി പറയാൻ പെൺകുട്ടികൾക്ക് ഭയമാണ്. അങ്ങനെ പരാതി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വ്യാപകമായ സൈബർ ആക്രമണം നേരിടേണ്ടി വരും. അതവരുടെ കുടുംബാംഗങ്ങളെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് സൈബർ ആക്രമണം നേരിടേണ്ടി വരും. അവരുടെ സ്വഭാവം തന്നെ സ്വഭാവത്തിൽ നടത്തിക്കൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടികൾ പരാതി പറയാൻ മടിക്കുന്നത്. രാഹുലിന് ജാമ്യം നൽകിയാൽ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. സംഘടിതമായ ഒരു സംഘം, ഒരു ഗൂഢസംഘം തന്നെ രാഹുലിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്ന് കൂടി പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയെ ബോധിപ്പിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ കൂടി ഇപ്പോൾ വാദം നടക്കുകയാണ്. അഭിലാഷ്, അതായത് PR വർക്ക് പോലും നടക്കുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്ന വാദം കൂടിയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടം ഇത്രമേൽ നീചമായ പ്രവൃത്തി ചെയ്തപ്പോൾ പോലും അതിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള വിഭാഗങ്ങൾ ഇപ്പോഴുമുണ്ട്. അത് പാർട്ടിക്കകത്തും പുറത്തുമൊക്കെയുണ്ട് എന്നൊരു വാദം കൂടി ഉന്നയിക്കുന്നു. അതിൽ തന്നെ രാഹുൽ ഈശ്വർ 5ാമത്തെ പ്രതിയാണ് എന്ന് നമുക്കറിയാം. അതിജീവിതയെ അപമാനിച്ച സംഭവത്തിൽ 5ാമത്തെ പ്രതിയായിട്ടുള്ള രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുകയും കോടതിക്ക് മുന്നിൽ ഹാജരാക്കുകയും അങ്ങനെ കോടതി തുടർച്ചയായി ജാമ്യം നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടി കോടതിക്ക് മുന്നിലേക്ക് ഉയർത്തി കാണിക്കുകയാണ് അന്വേഷണ സംഘം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം പുറത്ത് ഒളിവിലുള്ള രാഹുലിന് വേണ്ടി പോലും ഇത്തരം വാദങ്ങൾ നടക്കുന്നു, സമ്മർദ്ദങ്ങൾ നടക്കുന്നു, രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾക്കും സാധ്യതയുണ്ട്. അതൊന്നും തള്ളിക്കളയാൻ പറ്റാത്ത പശ്ചാത്തലം. അപ്പോൾ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വാദം എന്നത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ, രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ, തെളിവുകൾ അതെല്ലാം ശേഖരിക്കുക എന്നത് പ്രയാസകരമായി മാറും. അതുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടതായി വരും, രാഹുലിനെ കസ്റ്റഡിയിൽ വേണം. അങ്ങനെ ഒരു ആവശ്യത്തിൽ തന്നെ ആയിരിക്കില്ലേ ഇപ്പോഴും പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുക? അരുൺ, തീർച്ചയായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായുള്ള ഈ പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഇരയ്ക്കെതിരായ ആക്രമണമൊക്കെ രാഹുൽ മാങ്കൂട്ടിനെ പരമാവധി വെള്ളപൂശാനുള്ള, വെളുപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഏതെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ ആരാധകരോ കോൺഗ്രസ് അത്രയധികം രാഹുൽ മാങ്കൂട്ടത്തിൽ വിശ്വസിക്കുന്ന അനുയായികളോ മാത്രം നടത്തുന്ന ഒരു നീക്കമായല്ല അന്വേഷണ സംഘവും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ഒക്കെ കാണുന്നത്. വളരെ സംഘടിതമായി ഇത് സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൂടി വച്ചുകൊണ്ടുള്ള, രാഹുൽ ഈശ്വറിന്റെ ഇടപെടലുകൾ പോലും സാമ്പത്തിക ലക്ഷ്യം വച്ചുകൊണ്ടുള്ള ഒരു PR പണിയുടെ ഭാഗം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി വലിയ ലക്ഷങ്ങൾ മുടക്കിയുള്ള, കോടികൾ മുടക്കിയുള്ള സാമ്പത്തിക ഡീലിംഗുകൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരം സൈബർ ആക്രമണങ്ങൾ ഇരയ്ക്കെതിരെ അല്ലെങ്കിൽ ഇരകളായി സൃഷ്ടിക്കപ്പെട്ട ഇരകൾക്കെതിരെ ഇനിയും പുറത്തു വരാൻ പരാതി പറയാൻ തയ്യാറെടുക്കുന്ന ഇരകൾക്കെതിരെ ഒരു ഭീഷണിയുടെ രൂപത്തിൽ പോലും നടക്കുന്നത്. രാഹുൽ ഈശ്വറും അതുപോലെ തന്നെ ചില സിനിമാ താരങ്ങളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വിളിക്കുന്ന പരിപാടികൾക്ക് വരുന്നതൊക്കെ